കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. മീൻസ് കഴിഞ്ഞ അത്രയില്ല, സ്റ്റാർട്ടിങ് അത്രയില്ല. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കഴിഞ്ഞ സീസൺ പോലെ ആക്ഷൻ. മേക്കിംഗ് അത് ജപ്പാനീസ് സീരീസിൻ്റെ തന്നെ ആനിമേ ആകുമ്പോഴത്തേക്ക് മേക്കിംഗ് അറിയാലോ. ഉണ്ട്, ഇനിയും കാണാനുണ്ട്, കുറച്ചുകൂടെ ഇനി വരാനുണ്ട് എപ്പിസോഡ്സ്. അപ്പോൾ അതിലൂടെ നമുക്ക് കൊള്ളാം, നല്ല സിനിമ. ഫിലിം നൈസാണ്. ജസ്റ്റ് ബിൽഡപ്പും ക്യാരക്ടർ ഇൻട്രാക്ഷൻസ് ഒക്കെ നൈസാണ്. പിന്നെ ഹാർഷിയുടെ ട്രെയിൻ ആക്കല്ലേ? ഇല്ല, അത് ഇനി അടുത്ത സീസണിന് വേണ്ടിയുള്ള ഒരു ബിൽഡപ്പും സ്റ്റാർട്ട് മാത്രമേ ഉള്ളൂ. സ്റ്റാർട്ടിനൊരു ബിൽഡപ്പ് ഹൈപ്പ് മാത്രമേ ഉള്ളൂ. നല്ല കിടിലം പടം. അടുത്ത ഇതിനകത്തുള്ള ബിൽഡപ്പാണ് ഇത് ശരിക്കും. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കഴിഞ്ഞ സീസൺ പോലെ ആക്ഷൻ. നമ്മളെ സ്വാട്ട് സ്മിത്ത് വില്ലേജ് ആർക്ക് അതുപോലെ. ഇത് കാണും വൺ പീസ് അല്ല. മൂവി നല്ല മൂവിയായിരുന്നു. നല്ല ആനിമേഷനും എല്ലാം സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല എൻജോയ് ചെയ്തു. എടുത്തു പറയാനായിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് അവിടെ ആ ഒരു ആക്ഷൻ സീനുകളും ഫൈറ്റുകളും ഒക്കെ അടിപൊളിയായിരുന്നു. സാധനം നല്ലൊരു ആനിമേഷനാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഡീമൺ സ്ലെയർ നല്ലൊരു ഇതാണ് കൊണ്ടുവന്നിരിക്കുന്നത് അവർ. നല്ല വർത്തായിട്ടുണ്ട്. കാരണം ഇതിൽ കുറച്ചുകൂടി തുടക്കം ഒരു സീസണിൻ്റെ തുടക്കമാണ് കാണിച്ചത്. അപ്പോൾ ഇനി കുറച്ച് ബാക്കി തുടക്കമായിട്ടാണ് എൻഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് ഉണ്ട്, ഇനിയും കാണാനുണ്ട്, കുറച്ചുകൂടെ ഇനി വരാനുണ്ട് എപ്പിസോഡ്സ്. അപ്പോൾ അതിലൂടെ നമുക്ക് നല്ല ഫൈറ്റ് സീൻസൊക്കെ കാണാൻ പറ്റുള്ളൂ. ഏകദേശം നല്ലൊരു തുടക്കം കുറിച്ച് വെച്ചിട്ടുണ്ട് ഈ പടം. നല്ല മേക്കിംഗ് ആണ്. എല്ലാം നല്ല മുമ്പത്തെക്കാളും ഓരോ പ്രാവശ്യം ഓരോ എപ്പിസോഡ് കൂടുമ്പോഴും അതിൻ്റെ ആ ഒരു ആനിമേഷൻ, അതിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അവർ. എന്തായാലും നല്ലൊരു മൂവി തന്നെയാണ്. പടം നല്ല മൂവിയായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ടിയാണ് മെയിനായിട്ട് വന്നത്. ഇപ്പം അതെന്തായാലും കിട്ടിയിട്ടുണ്ട്. എടുത്തു പറയാനായിട്ട് ഇപ്പം മെയിനായിട്ട് അതിൽ ഇപ്പോൾ സ്റ്റോറി കറക്റ്റായിട്ട് വന്നിട്ടില്ല. ജസ്റ്റ് തുടക്കത്തെ കുറച്ച് ട്രെയിനിങ് മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സ്റ്റോറി ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും അതില്ല. മേക്കിംഗ് അത് ജപ്പാനീസ് സീരീസിൻ്റെ തന്നെ ആനിമേ ആകുമ്പോഴത്തേക്ക് മേക്കിംഗ് അറിയാലോ. ആ ഒരു ക്വാളിറ്റിയും ലെവലും അതിൽ തന്നെയുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലതാണ്. മുമ്പിലുള്ള വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതാ പറഞ്ഞത്. ഇപ്പം മുമ്പിലുള്ള വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് സ്റ്റോറി ആയിട്ട് തുടങ്ങിയിട്ടില്ല. ജസ്റ്റ് തുടക്കം കുറച്ച് ഇൻട്രൊഡക്ഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഈ സീസണിൻ്റെ. അപ്പോൾ ഇനി അങ്ങോട്ട് കൂടുതലുള്ള കഥയും സ്റ്റോറിയും വരുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ്. ഓഡിയൻസ് കുറച്ചുകൂടി വർത്താണ്. ഓക്കെ, തിയേറ്റർ ജപ്പാനീസ് സീരീസ് മിക്കവരും ഫോണിലും ടി വിയിലല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് ബിഗ് സ്ക്രീനിൽ ആ സൗണ്ട് എഫക്റ്റ് ഉൾപ്പെടെ കാണുമ്പോഴത്തേക്ക് അതിനുള്ളതുണ്ട്. ആൾ ഇത് കുറവാണ്. എന്നാലും ഇപ്പോൾ സാധാ ലൈവ് ആക്ഷൻ സിനിമ പോലെ അല്ലല്ലോ, അനിമേ ആയതുകൊണ്ട് ആൾക്കാർ കണ്ട് തന്നെയല്ലേ ഉള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഞാനിത് ആനിമേ തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഇത് കാണാൻ വരുന്നവർക്ക് ഒന്ന് ട്രെയിലർ കണ്ടിട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം കണ്ടതിന് ശേഷം പിന്നെ അവൻ്റെ അഭിപ്രായം പറയുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഇതൊരു പ്രൊമോഷണൽ മൂവിയാണ്. ഈ സീരീസിന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഇത് എല്ലാം ഗ്ലോബലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊള്ളാം, തിയേറ്റർ എക്സ്പീരിയൻസിൽ കൊള്ളാം. നിരാശ പടം എന്ന് വെച്ചാൽ എനിക്ക് കഥ വായിച്ചിട്ടുണ്ട്, ഫുള്ള് വായിച്ചത് കൊണ്ട് എനിക്കിത് അറിയാൻ പറ്റും. സോ ഇത് തിയേറ്ററിൽ എനിക്ക് അറിഞ്ഞിട്ടും വന്ന് കണ്ടത് കാരണം എനിക്ക് ആ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ആനിമേ പറയുന്നത് ഇന്ത്യൻ തിയേറ്ററിൽ റിലീസാകുന്നത് റെയറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തിയേറ്ററിൽ വരുന്നത്. മൂവി കൊള്ളായിരുന്നു. കഴിഞ്ഞ സീസണിൻ്റെ 2 എപ്പിസോഡ് കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് കാണിച്ചത്. ഈ തേർഡ് സീസൺ അധികം സ്റ്റാർട്ടിംഗ് ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കാണിച്ചിട്ട് അവർ നിർത്തി, അത്രേ ഉള്ളൂ. വലിയ ഹൈപ്പൊന്നും ഇല്ല. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. മീൻസ് കഴിഞ്ഞ സീസണിൻ്റെ അത്രയില്ല, സ്റ്റാർട്ടിങ് അത്രയില്ല. ഇപ്പോൾ ജസ്റ്റ് അത്രേ ഉള്ളൂ.